ഇനി സഹ്യൻ്റെ മകന് കാട്ടിലെങ്ങനെ സുഖമായി വിഹരിച്ച് നടക്കാം, നമ്മളുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ട, അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്കാണ് ദേവസ്വം ബോർഡ് നീങ്ങാൻ പോകുന്നത്. അതല്ലേ ശരിയായ രീതി? തീർച്ചയായിട്ടും കാടിൻ്റെ മക്കളാണ് ഈ ആനയും അതുപോലുള്ള ജീവികളൊക്കെ. അവരെയൊക്കെ ചങ്ങലക്കിട്ട് സ്വതന്ത്രമായി കൊണ്ടുവന്ന് ഇത്രയും ചൂടും ഇത്രയും ഭയങ്കരമായ മഴയും കാലാവസ്ഥാ മാറ്റമൊക്കെ വന്ന സമയത്ത് മാത്രമല്ല, പണ്ട് കാലത്താണെങ്കിൽ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ അടുത്തൊന്നും ആര് കാണത്തില്ല, വീടുകളൊന്നും കാണത്തില്ല, വലിയ പറമ്പും ഒക്കെ കാണും. അപ്പോൾ അവിടെ ആനയെ കൊണ്ടുവന്ന് കെട്ടുന്നതൊന്നും വലിയ വിഷയമല്ല. ഇപ്പോൾ പക്ഷേ അടിക്കടി ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ എത്ര അടുക്കിയിട്ടാണ് കെട്ടിടങ്ങളിരിക്കുന്നത്. സ്കൂള്, കോളേജുകൾ, മറ്റ് സംവിധാനങ്ങളൊക്കെ അടുത്തടുത്തുണ്ട് പല അമ്പലങ്ങളുടെയും. അപ്പോൾ ആനയെ കൊണ്ടുവരുമ്പോൾ ആന ഇപ്പോൾ എന്ത് ചെയ്യുന്നു, പല ക്ഷേത്രങ്ങളിലും ആന ഇടഞ്ഞിട്ട് ആളുകളെ ചവിട്ടി കൊല്ലാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇപ്പം രഥമാക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ക്ഷേത്രത്തിനകത്ത് കുറേ പൂജകളും പൂജാതി കർമ്മങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് പ്രധാനപ്പെട്ട ആചാരം. അതാണ് താന്ത്രിക സഭയും പോറ്റിമാരും സംവിധാനങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കുന്നത്. ബാക്കിയെല്ലാം അനുസന്ധാന പരിപാടികളാണ്, ഉത്സവ പരിപാടികൾ, പിന്നെ ആന എഴുന്നള്ളപ്പ്, മറ്റ് കുറേ അനുസന്ധാന പരിപാടികളാണ്. അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി നടത്തുന്ന മറ്റ് പരിപാടികളാണ്. ഇപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ ചില വർഷങ്ങളിൽ ഒരു ആന, അടുത്ത വർഷം 2 ആന. ആര് പറഞ്ഞിട്ടാണ്? ഏത് ദേവപ്രശ്നത്തിലാണ് 2 ആനയാക്കിയത്, അല്ലെങ്കിൽ 3 ആന, അല്ലെങ്കിൽ 5 ആന വേണം? അതും അവിടുത്തെ പാവപ്പെട്ട അല്ലെങ്കിൽ അവിടെയുള്ള അമ്പല കമ്മിറ്റിയുടെ പൈസ ഉണ്ടെങ്കിൽ അവർ 2 ആക്കും 3 ആക്കും. അതൊരു ചിലപ്പോൾ ചില മുതലാളിമാർ അത് സ്പോൺസർ ചെയ്യും, അവരെ തിണ്ണമെടുക്കുക കാണിക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ ഗ്രാജുവലായിട്ട് അത് വരുന്നുണ്ട്. ഒരുപാട് അമ്പലങ്ങളിൽ ആനയെ മാറ്റിയിട്ട് എന്താകുന്നുണ്ട്, രഥം. അതിൻ്റെ ആവശ്യമുള്ളൂ. മനുഷ്യർ പുരോഗമിക്കുന്നതനുസരിച്ച് കാടൻ നിയമങ്ങളൊക്കെ മാറ്റേണ്ട. ഇപ്പോൾ നമ്മൾ മനുഷ്യബലി നടത്താറില്ലല്ലോ, അമ്പലങ്ങളിൽ നടത്താറില്ലല്ലോ. പിന്നെ കോഴി ബലിയായി, കോഴിയൊക്കെ കൊല്ലും. ഇപ്പോൾ കോഴിയെ കൊല്ലുന്നില്ലല്ലോ, ക്ഷേത്രങ്ങളിൽ കൊല്ലത്തില്ലല്ലോ. ആടിനെ കൊല്ലുമായിരുന്നു, അതെല്ലാം മാറി. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. അങ്ങനെ പരിഷ്കരിക്കുന്നതാണ് ഹിന്ദു സമാജം. ഹിന്ദുക്കളുടെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത, കൽപ്പാന്ത കാലത്തോളം ഒരു നിയമമല്ല, കാലത്തിനനുസരിച്ച് ഒരുപാട് നിയമങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്, അല്ലെങ്കിൽ ഒരു രീതിയാണ് ഇപ്പോൾ മാറി വരുന്നത്. ക്ഷേത്രങ്ങളിൽ രഥം മതി, ആന വേണമെന്ന് നിർബന്ധമില്ല. കമ്മിറ്റികൾ തീരുമാനിച്ചു തുടങ്ങി. ദേവസ്വം ബോർഡ് യോഗം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആന ഇപ്പോൾ ഉത്സവകാലമാണ്. എത്ര ആളുകളെയാണ് കൊല്ലുന്നത്, എത്ര ആളുകളെയാണ് കൊല്ലുന്നത്. ആനയ്ക്കും പറ്റില്ല. കാലാവസ്ഥ വളരെ മാറി സാറേ, പഴയ ആവാസ വ്യവസ്ഥകളല്ല. അല്ലെ, ആന കാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്, അത് വേറൊരു കാര്യം. അത് കൂടാതെ നമ്മൾ കൊണ്ടുവന്ന് അതെ നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്തുന്നു, എഴുന്നള്ളിക്കുന്നു ഒക്കെ ചെയ്യുന്നു. അതാണ് ഈ സമീപകാലത്തൊക്കെ ധാരാളം ക്ഷേത്രങ്ങളിൽ ഒരുപാട് പേരെ കൊന്നല്ലോ, ചവിട്ടിയൊക്കെ കൊന്നല്ലോ. അപ്പോൾ ആനയെ സ്വതന്ത്രം ഇരിക്കട്ടെ, ആന മറ്റൊരു ജീവിയില്ല. നമ്മളെന്തിനാണ് കൂട്ടിലിട്ട് ഇങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ഒരെണ്ണമാണെങ്കിലും പിന്നെ സഹിക്കാം. പലയിടത്തും അങ്ങനെയല്ല. എത്രയോ ആനകളെയാണ് കൊണ്ടുവന്ന് വളരെ പ്രായമുള്ളതിനെ ചികിത്സ കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ ഒക്കെ ചെയ്യുന്ന ഒരുപാട് ക്രൂരത കാണിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതെല്ലാം മാറേണ്ടത് തന്നെയാണ്. ഗ്രാജുവലായിട്ട് മാറ്റേണ്ടത് തന്നെയാണ്. അങ്ങനെ പരിഷ്കരിച്ച് തന്നെ പോകണം. അപ്പോൾ തൃശ്ശൂർ പൂരം പോലുള്ള ചടങ്ങുകളുടെ ഒരു കൊഴുപ്പെന്ന് പറയുന്നത് മുഴുവൻ കൊഴുപ്പ് കുറച്ച് കുറയും. ഏത് പൂരമായാലും കുറച്ച് കുറയും, കുറയേണ്ടി വരും. ഇപ്പോൾ ഇത്രയും ആനകളൊക്കെ വരുന്ന സംവിധാനത്ത് അവിടെ ഈ ഭാഗ്യത്തിന് അങ്ങനെ ഇടയുന്നില്ല തൃശ്ശൂർ പൂരത്തിന്. അപ്പോൾ പൂരത്തിനും ഒരു പ്രശ്നമുണ്ട്. കാരണം ഇതൊരു ടൂറിസം കൂടെ. പൂരത്തിനെന്ന് പറഞ്ഞാൽ ഒരു ജനസമുദ്രമാണ്. ഈ 2 ഭാഗത്തും ആന നിരക്കുമ്പോൾ കുടമാറ്റ സമയത്ത് നടുക്കൊരു ജനസമുദ്രമാണ്. ആനയാണ് അവരുടെ പ്രധാന ആള്. പക്ഷെ അതിലൊരു ആന ഇടഞ്ഞാൽ അത് ഇടഞ്ഞാൽ പ്രശ്നമാണ്. ആനയാണ്. പക്ഷേ ഇതുവരെ ദൈവത്തിൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ തൃശ്ശൂർ പൂരം പോലുള്ള വലിയ ഉത്സവങ്ങൾക്കും ഇതൊരു പ്രശ്നമാണ്. പക്ഷേ തൃശ്ശൂർ പൂരത്തിനൊക്കെ ആനയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ദേവസ്വം ഭരണസമിതി വളരെ ശക്തമായിട്ട് രംഗത്ത് വരും. അപ്പോൾ അത് തൃശ്ശൂർ പൂരം കാണുമ്പോൾ നമുക്ക് ആനയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു സൗന്ദര്യമുണ്ട്. ഇത്രയും ആനകളും തെറ്റിപ്പട്ടവും വെഞ്ചാമരവും കൊടയും ഒക്കെ മാറ്റം കാണാൻ വലിയ സൗന്ദര്യം തന്നെയാണ്. പക്ഷെ ആ സൗന്ദര്യത്തിൽ അപ്പുറം ഇങ്ങനെ ചില പ്രായോഗിക പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതും ഗ്രാജുവലായിട്ട് മാറുമായിരിക്കും. മാറേണ്ടതാണ്, എന്തായാലും മാറും. അല്ല, ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു നിയമം പാസ്സാക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണോ നിൽക്കുന്നത്? ചിലപ്പോൾ പോകേണ്ടി വരും. ഇപ്പോൾ എന്തായാലും അങ്ങനെ ഒരു നിർദ്ദേശം വന്നു. ഒരുപാട് ക്ഷേത്രങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇതിലേക്ക് പോയിട്ടുണ്ട്, രഥം മതി എന്നുള്ള രീതിയിലേക്ക് പോയിട്ടുണ്ട്. ആനയ്ക്ക് പകരം രഥത്തെ ബലയം ചെയ്യിച്ചാൽ മതി, അല്ലെങ്കിൽ പ്രദക്ഷിണം നടത്തിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നിരവധി ക്ഷേത്രങ്ങളിൽ മാറിയിട്ടുണ്ട്. അതുപോലെ കരിമരുന്നിൽ ഇപ്പോൾ വെടി ഉണ്ട്, വെടി നടക്കുന്നു. പക്ഷെ മറ്റല്ലാതെ ഒരു കരിമരുന്ന് പ്രയോഗം ഉണ്ടല്ലോ, അവസാന ദിവസത്തെ ഒരു ബഹളം ഉണ്ടല്ലോ രാത്രി, അത് പല അമ്പലങ്ങളിലും ഇപ്പോൾ
നിരോധിച്ച് വരുന്നുണ്ട്. കരിയും കരിമരുന്നും വേണ്ട എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. ഗുരുദേവൻ പറഞ്ഞു. ഗുരുദേവൻ വേറെ ആനയും വേണ്ട കരിയും വേണ്ട എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ. ഗുരുദേവന് വേറൊരു അദ്വൈതത്തിൻ്റെയും ഗുരുദേവൻ വിശ്വാസത്തിൻ്റെ ആളല്ല, വിജ്ഞാനത്തിൻ്റെ ആളാണ്. ദൈവവിശ്വാസമുണ്ട്, ദൈവവിജ്ഞാനമുണ്ട്. ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ അന്ധവിശ്വാസമുണ്ട്. വിശ്വാസമുള്ളിടത്ത് ഭയമുണ്ട്, പേടിയുണ്ട്, പാപം എന്നുള്ള ചിന്തയുണ്ട്, പുണ്യം എന്നുള്ള ചിന്തയുണ്ട്. വിശ്വാസത്തിൽ, വിജ്ഞാനത്തിൽ അതില്ല. ഭാരതത്തിൽ വിജ്ഞാനത്തിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. ആത്മീയ വിജ്ഞാനത്തിലേക്ക് നമ്മൾ പോകണം, അല്ലാതെ ആത്മീയമായ വിശ്വാസത്തിലല്ല പോകേണ്ടത്. വിശ്വാസം ആദ്യത്തെ പടിയാണ്, ഈ LKG ആണ്, അല്ലെങ്കിൽ ബാലവാടിയാണ്, അംഗൻവാടിയാണ് വിശ്വാസം. അവിടെ വിശ്വാസം ഉണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞൊക്കെ നമുക്ക് പോവാം. പക്ഷേ വിജ്ഞാനം വേറെയാണ്. വിജ്ഞാനം എന്ന് പറഞ്ഞാണ് എൻ്റെ ജ്ഞാനശാഖ. ഈ ഗുരുദേവനൊക്കെ വിജ്ഞാനം കിട്ടിയവരാണ്, ആത്മീയ ജ്ഞാനികളാണ്. വിശ്വാസിയല്ല ഗുരുദേവൻ, ഒരിക്കലും ഒരു വിശ്വാസിയല്ല, അന്ധവിശ്വാസിയല്ല, വിശ്വാസിയല്ല. അതിനപ്പുറമാണ് ഗുരുദേവൻ. ഇപ്പം ശൈവ സിദ്ധാന്തം, ശിവൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ വിജ്ഞാനത്തിൻ്റെ ഭാഗമായി ചെയ്തതാണ്, അല്ലാതെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ചെയ്തതല്ല. വിശ്വാസിയല്ല ഗുരുദേവൻ, ഒരിക്കലും ഒരു വിശ്വാസിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വിജ്ഞാനിയാണ്, സൂപ്പർലേറ്റീവാണ്, വിശ്വാസത്തിൻ്റെ മൂത്ത ആളാണ്, മുതിർന്ന ആളാണ്. കാരണവരാണ് വിജ്ഞാനം. ദൈവത്തെ സംബന്ധിക്കുന്ന, ആത്മീയത സംബന്ധിക്കുന്ന, ആത്മാവിനെ സംബന്ധിക്കുന്ന, ബ്രഹ്മത്തെ സംബന്ധിക്കുന്ന, പരമാത്മാവിനെ സംബന്ധിക്കുന്ന വിജ്ഞാനം നേടിയവരാണ് ഗുരുദേവനെ പോലുള്ള ആളുകൾ. ചട്ടമ്പിസ്വാമി, ഗുരുദേവൻ, അയ്യാഗുരു, രമണ മഹർഷി. അതുകൊണ്ടാണ് അവരൊന്നും ക്ഷേത്രത്തിൽ അങ്ങനെ ഗുരുദേവൻ ഇതൊക്കെ പറയുമ്പോഴും ക്ഷേത്രത്തിൽ ദിവസം പോകുന്ന ആളല്ല. എന്തുകൊണ്ട് പോകുന്നില്ല? ചട്ടമ്പിസ്വാമി എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന ആളായിരുന്നില്ലല്ലോ, ഭക്തരല്ലേ പോകുന്നത്. അതുകൊണ്ട് അവർ വിജ്ഞാനം നേടിയവരാണ്, ആത്മജ്ഞാനം നേടിയവരാണ്. ഞാൻ ആരാണ്, ഈ പ്രപഞ്ചം എന്താണ്, ശക്തി എന്താണെന്നൊക്കെ ജ്ഞാനം നേടിയവരാണ്. ജ്ഞാനമാണ് വേണ്ടത് നമുക്ക്. അപ്പോൾ അതിൽ പറയുമ്പോൾ ഈ ഇതൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ, ആന കൊണ്ടുവരുന്നത്, പിന്നെ ശൂലം കുത്തലുണ്ടല്ലോ, ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ പണ്ടത്തെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം മാറേണ്ടതാണ്, തീർച്ചയായിട്ടും മാറണം. കുറേശ്ശെ മാറുമായിരിക്കും. തൃശ്ശൂർ പൂരം ഈ പറഞ്ഞൊക്കെ ഒരു പ്രശ്നമുണ്ട്, അത് നമുക്ക് ചിരിച്ചുകൊണ്ടേ പറയാൻ പറ്റുള്ളൂ. അല്ല, കഴിഞ്ഞ തവണ എത്ര മീറ്റർ അകലം പാലിക്കുക, അതൊക്കെ പ്രായോഗികമല്ല എന്ന് പറഞ്ഞ് ഇപ്പം നിൽക്കുകയാണ്. പക്ഷെ കുറച്ചൊക്കെ പ്രായോഗികമായിട്ട് കൊണ്ടുവരേണ്ടി വരും. അകലമൊക്കെ പ്രായോഗികമായിട്ട് കുറച്ചെങ്കിലും കൊണ്ടുവരേണ്ടി വരും. കാര്യം അല്ലാതെ ഈ പറഞ്ഞ പോലെ ജീവൻ്റെ രക്ഷയെ നോക്കണ്ടേ, ആളുകളുടെ രക്ഷയെ നോക്കണ്ടേ. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യം ഉള്ളതെന്ന് പറയുന്നത്, പണ്ട് കാലങ്ങളിലും ആനയെ എഴുന്നള്ളിക്കുമായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ ഒരു ജനസമുദ്രം ഒന്നും പങ്കുചേരുന്നില്ല. വളരെ കുറച്ച് സ്ഥലമുണ്ടല്ലോ, ആളുകൾ മാത്രമാണ്, പ്രാദേശിക ആളുകളാണ് ഉണ്ടാവുക. സ്ഥലമുണ്ട് ആവശ്യം പോലെ, അതെ, മൈതാനമൊക്കെ ആവശ്യം പോലെ കിടപ്പുണ്ട്. ഓടി രക്ഷപ്പെടാനൊക്കെ. ഇന്നിപ്പോൾ അതില്ല സാറേ, സ്ഥലമില്ല. ഏത് അമ്പലം എടുത്ത് നോക്കും, തൊട്ടടുത്ത് വലിയ ബിൽഡിങ്ങുകളായിരിക്കും. നഗരത്തിനകത്താണ്, പിന്നെ നഗരത്തിനാണ്. പാറ്റാൾ ക്ഷേത്രം, ഇത്രയും ജനങ്ങളൊക്കെ വരുന്നത് ശരിയാണ്, പക്ഷെ എന്തുമാത്രം ബിൽഡിങ്ങാണ് അവിടെ തൊട്ടടുത്തൊക്കെ, എത്ര ബിൽഡിങ്ങാണ്. അപ്പോൾ എല്ലാ അമ്പലങ്ങളിലും ആ സ്ഥിതിയിലായി കഴിഞ്ഞു. അതുകൊണ്ട് ആന അടഞ്ഞാലൊന്നും രക്ഷപ്പെടാവുന്ന സ്ഥിതിയിലല്ല ആളുകൾ നിൽക്കുന്നത്. അതുകൊണ്ട് പുതിയ ചിന്തകൾ വരട്ടെ, പുതിയ രീതികൾ വരട്ടെ. ഇതിനെല്ലാം ആചാരമാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്തളയരുത്, കുട്ടികളച്ചതായത് ഒരുപാട് കാലം കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് ക്ഷേത്ര ആചാരത്തിൻ്റെ ഭാഗമല്ല. ക്ഷേത്രാചാരം എന്ന് പറയുന്നത് അവിടെ എന്ത് പൂജ ചെയ്യണം, മറ്റു കാര്യങ്ങളാണ്. ഇത് രണ്ടും രണ്ടായിട്ടാണ് കിടക്കുന്നത്. ഇത് ഉത്സവ കമ്മിറ്റി, അതുമായി ബന്ധപ്പെട്ട ആളുകൾ. പിന്നെ തൃശ്ശൂർ പോലുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പം ഒരു പ്രശ്നമുണ്ട്. ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ വരുന്നതൊക്കെ ഇതും കൂടി കാണാനാണ്, കരിമരുന്ന് ഇതൊക്കെ കാണാനും കൂടിയാണ് ആളുകൾ വരുന്നത്. ആനയുടെ സൗന്ദര്യമുണ്ട്, ഈ എത്ര കണ്ടാലും മതി വരാത്തത്. ആനയുണ്ട്, കടലുണ്ട്. അപ്പോൾ ആ ഒരു സൗന്ദര്യം, അത് വലിയ സൗന്ദര്യം തന്നെയാണ്. നമുക്ക് തൊടണമെന്ന് തോന്നും. അതിൻ്റെ ശബ്ദം, അതിൻ്റെ ആ ഗാംഭീര്യം, വലിപ്പം, ഇതെല്ലാം നമുക്ക് കൗതുകം തന്നെയാണ്. അതുകൊണ്ട് തീരുമാനിക്കട്ടെ. എന്തായാലും സുരക്ഷിതത്വം പ്രധാനമാണ് സാർ. അപ്പോൾ ആനയ്ക്ക് പകരം രഥം വന്നു കഴിഞ്ഞാൽ ഇതുവരെ കണ്ട ആ ഒരു ഉത്സവ സൗന്ദര്യം, ആ ലഹരി പോവും, നഷ്ടപ്പെടുമോ എന്നുള്ള ഭയവും ഉണ്ട് നമുക്ക്. അതൊരാശങ്കയാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടും വരട്ടെ. സുരക്ഷിതമായ മാർഗ്ഗങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ആലോചിച്ച് അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ ചെയ്യട്ടെ. എല്ലാ സ്ഥലങ്ങളിലൊക്കെ രഥം കൊണ്ട് തന്നെ നമുക്ക് തൃപ്തിപ്പെടാം.